ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കേട്ടോ മട്ടൺ ബ്ലഡ്. അപ്പോൾ നമ്മൾ മട്ടൻ്റെ ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്ക് ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാദ്യം തന്നെ നല്ല പോലെ വാഷ് ചെയ്തെടുക്കണേ. ആദ്യം തന്നെ ഇത് നല്ല പോലെ കുറേ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ടും അത് ഉള്ളിലോട്ടൊന്നും കളറൊന്നും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ശരി, എന്തായാലും വേവിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വലിയ പാത്രം എടുത്ത് നമ്മളത് അടുപ്പിൽ വെച്ച് തന്നെ വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ബ്ലഡിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ബ്ലാക്ക് കളറായി. അപ്പോൾ നമ്മൾ അതിനെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ചെറിയ പീസുകളായിട്ട് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കട്ടിങ് പ്രോസസ്സ് വളരെ എളുപ്പമായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ വേവിച്ചതിന് ശേഷമാണ് കട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് തന്നെ ഈ വലിയ പീസിൻ്റെ നടുഭാഗം ഒന്നും അങ്ങനെ വെന്തിട്ടില്ല കേട്ടോ. ബാക്കിയെല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് മാത്രം വെന്തിട്ടില്ല. ഇനി എന്തായാലും നമ്മൾ വീണ്ടും കുക്ക് ചെയ്യാൻ പോവല്ലേ, അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ ഇനി ട്രൈ ചെയ്യുന്നവർ നന്നായിട്ട് ഇത് കുക്ക് ചെയ്യാനൊന്ന് ശ്രദ്ധിക്കണേ. ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത് കളർ ചേഞ്ച് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളർ ചേഞ്ച് ആവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞങ്ങൾ അടുപ്പിൽ വെച്ച് വേവിച്ചത്. ഇത് അടുത്ത പീസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ 2 പീസും നമ്മൾ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത പീസസ് വീണ്ടും വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. 1-2 തവണ വീണ്ടും വാഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സവാളയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. സവാള നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ സാധാ പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഇട്ടിട്ടുണ്ട്, ചെറിയൊരു തക്കാളി, അതും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഫൈനലി കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പീസസ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇത് കുക്ക് ചെയ്ത് എടുത്തിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ കുറവുള്ളവർക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ. ഒരു മെഡിസിൻ, നമ്മൾ അയൺ ഗുളിക കഴിക്കുന്നത് പോലെ തന്നെ ഇത് ബെസ്റ്റ് ഒരു മെഡിസിൻ പോലെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ ഗരം മസാല കൂടി ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാനത് വീഡിയോയിൽ വിട്ടുപോയതാണ്, പറയാനും വിട്ടുപോയി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണേ. അങ്ങനെ നമ്മളുടെ മട്ടൻ ബ്ലഡ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഹൽവ കഷ്ണങ്ങൾ മുറിച്ച് വെച്ചതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.